എന്നെ അനുകരിക്കരുതെന്ന് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ UPSC പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ സീസണാണ്. ഒന്നും ശരിയാവുന്നില്ല. ഏത് ചോദ്യം കണ്ടാലും എനിക്കറിയാം, പക്ഷെ എനിക്ക് എഴുതാറിയിട്ടില്ല. GSന് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ PCMന് ജോയിൻ ചെയ്തതിന് മലയാളത്തിന് ജോയിൻ ചെയ്യുന്ന പ്ലാനിലായിരുന്നു. അത് എനിക്ക് എക്സാമിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഈ മോട്ടിവേഷൻ്റെ പുറത്താണ് ഞാൻ എഴുതുന്നത്. എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും, നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ മൊത്തം പരിചയം ഉണ്ടാവും. ഞാൻ പറയാം, എന്ത് പഠിച്ചാലും ആൻസർ റൈറ്റിംഗ് ചെയ്യണം. ശരിക്കും നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ മാർക്ക് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ പഠിക്കുന്ന ഓപ്ഷനിൽ മറ്റ് ടോപ്പിക്സിനെ എഫക്റ്റ് ചെയ്യാൻ നോക്കിയാൽ വേണം. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു ഓപ്ഷനിൽ നിങ്ങളെ GS പേപ്പേഴ്സിനെ SAനെയൊക്കെ എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓപ്ഷനിൽ എത്ര മാർക്ക് മേടിച്ചിട്ടും കാര്യമില്ല, കാരണം നിങ്ങളെല്ലാം ബാലൻസ് ചെയ്യണം. അപ്പം നിങ്ങൾ അപ്പോൾ ഞാൻ മലയാളം ചൂസ് ചെയ്തതിൻ്റെ റീസൺ അതായിരുന്നു. അപ്പം ഞാൻ ചൂസ് ചെയ്തതിൻ്റെ റീസണൊക്കെ രസകരമാണ്, ഞാൻ പറഞ്ഞുതരാം. UPSC പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് മടിയാണ്. ഇതിന് പണിയെടുക്കാൻ എനിക്ക് തീർത്ത് താല്പര്യമില്ല. അപ്പം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 2017 സംഭവിക്കുന്നത്. അപ്പം എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പം ഓപ്ഷനിൽ വേറെ പഠിക്കണം, GS വേറെ പഠിക്കണം, ഇങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല, സിൻസിയർലി എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിയുടെ ഒരു രതീഷ് എന്നാണ്, പുള്ളി പറഞ്ഞ് നമുക്ക് ഓൺലൈനിൽ ഒരു ക്ലാസ് കണ്ട്, യൂട്യൂബിലൊരു ക്ലാസ് കണ്ടു, ക്ലാസ് കണ്ട് അത് കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലാസ് കണ്ട് തുടങ്ങി. ഷംനാമിൻ്റെ ക്ലാസ്സാണ്. അങ്ങനെയാണ് UPSC ആയിട്ടുള്ളൊരു ബന്ധം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് മാമിൻ്റെ ക്ലാസ് ചെയ്യുന്നത്. അപ്പം ഞാൻ മാമിനെ ചെന്ന് കണ്ട്, എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് എപ്പോഴും മാമിനെ കാണുന്നത്. അവരൊക്കെ നിർത്തി ഞങ്ങൾ തുടർന്നു. അല്ല, ആളെഴുതാൻ വരും, ആളിപ്പോൾ SI ആയി, ഇനി വീണ്ടും എഴുതാൻ വരും എന്നൊരു പ്ലാനിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെന്ന് കണ്ടു, സംസാരിച്ചു. അപ്പോൾ രസമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന GSന് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ PCMന് ജോയിൻ ചെയ്തതിന് മലയാളത്തിന് ജോയിൻ ചെയ്യുന്ന പ്ലാനിലായിരുന്നു. അത് എനിക്ക് എക്സാമിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങി. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ മാമിനെ അങ്ങനെ എപ്പോഴും ചെന്ന് കാണത്തൊന്നുമില്ല. അത് എൻ്റെ മുന്നിൽ മാം ഒരു സെലിബ്രിറ്റി ആയിരുന്നു, കാരണം യൂട്യൂബ് ക്ലാസ്സുകളിൽ കണ്ടിട്ട് ഇതായിട്ട് വന്നപ്പം മാം ഇത്ര അടുപ്പത്തിൽ പെരുമാറുമെന്നൊന്നും എനിക്കറിയില്ല. സോ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കുത്തിയിരുന്ന് ക്ലാസ് കാണും, കുത്തിയിരുന്ന് എല്ലാം പഠിക്കും. എന്ന് വെച്ചാൽ കാണാപ്പാടം അങ്ങ് പഠിച്ചു വെച്ചേക്കുക, വേറൊന്നും ചെയ്യത്തില്ല. പക്ഷേ UPSCയുടെ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര പഠിച്ചാലും, നിങ്ങളിപ്പം പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആൻസർ എഴുതിയിട്ട് ചെന്ന് കണ്ട് ഡിസ്കസ് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് അത് വേർത്താവത്തുള്ളൂ. ഇപ്പം നിങ്ങൾ വെറുതെ ക്ലാസ് ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവും. കാരണം ക്ലാസ്സസ് എനിക്കൊന്ന് പേപ്പർ കൊണ്ട് എനിക്ക് നല്ല രസമായിട്ട് ഞാനിങ്ങനെ കേട്ടിരിക്കും, അടിപൊളി, ഇത് അടിപൊളി, ഇങ്ങനെ മുഴുവൻ കേട്ട് പോകും. പക്ഷേ എക്സാം എഴുതി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് മതിയാവത്തില്ല എന്നുള്ളത്. ഇത് ചെയ്യാത്തതുകൊണ്ടാണ് കുറേ സമയം എടുത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നെ അനുകരിക്കരുതെന്ന് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ UPSC പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ സീസണാണ്. നമ്മൾ കണ്ടിന്യൂസ്ലി പ്രിപ്പയർ ചെയ്യണം. ഇപ്പം നമുക്ക് ഒരു വർഷം പ്രിലിംസ്, ഇപ്പം ഞാൻ ചെയ്ത തെറ്റതാണ്. ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞ് മാത്രമേ വായിക്കും, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആൻസർ റൈറ്റിംഗ് കാര്യം കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാനത് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സമയം എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം എഴുതിയ 2017. അത് കഴിഞ്ഞ് ഞാൻ പ്രോപ്പറായിട്ട് പഠിക്കത്തില്ല, ഇടയ്ക്ക് ജോലി കിട്ടി, അങ്ങോട്ട് പോകും. ഇനി UPSC വേണ്ട, ഇനി കുറച്ച് സ്റ്റേബിൾ ഇൻകം ഒക്കെ ഉണ്ടല്ലോ, ഇനി വേറെ പണി നോക്കാൻ നോക്കും. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഈ മോട്ടിവേഷൻ്റെ പുറത്താണ് ഞാൻ എഴുതുന്നത്. അപ്പോഴും ഞാൻ പിന്നീട് മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മലയാളം പഠിക്കാനായിട്ട് ആദ്യം പേപ്പർ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കണ്ടൻറ്റ് പഠിക്കാൻ പറ്റും. ഈ കണ്ടൻറ്റ് പഠിച്ചാൽ നിങ്ങൾക്കൊരു മിനിമം മാർക്ക് കിട്ടും. നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ സംസ്കൃതത്തിൻ്റെ ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉത്തരവേ ഉള്ളൂ. നിങ്ങളത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതിയാൽ മതി. അതായത് ഡെഫിനിറ്റ് ആൻസർ ഉണ്ട്. പേപ്പർ 1 ഓൾമോസ്റ്റ് ആൻസേഴ്സ് നിങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരമുണ്ട്. പിന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ UPSC ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് എഴുതാൻ പഠിച്ചാൽ മതി. നിങ്ങൾ പ്രോപ്പറായിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യുക, ഫീഡ്ബാക്ക് മേടിക്കുക. അപ്പോൾ ഞാൻ ആൻസർ റൈറ്റിംഗ് അല്ലെങ്കിൽ പോലും ഞാൻ മാമിനെ ഇടയ്ക്ക് ഒന്ന് കണ്ടിട്ട് പറയും, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇത് ചെയ്യണം മാം, ഇതാണ് എൻ്റെ പ്ലാൻ. അപ്പം മാം പറയും, ഇത് നീ എഴുതിക്കൊണ്ട് ആദ്യം വാ, എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങളപ്പോൾ ചെയ്യേണ്ടത്, മലയാളം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാം. പേപ്പർ 1 എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും, നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ മൊത്തം പരിചയം ഉണ്ടാവും. എഴുതണമെന്ന് തീരുമാനിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ജോയിൻ ചെയ്യുക. കാരണം എൻ്റെ ഫസ്റ്റ് മെയിൻസ് എഴുതുന്ന സമയത്തേക്ക് ഞാൻ പ്രിലിംസ് കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ മെയിൻസിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ആൻസർ എഴുതിക്കൊണ്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒന്നും ശരിയാവുന്നില്ല. ഏത് ചോദ്യം കണ്ടാലും എനിക്കറിയാം, പക്ഷേ എനിക്ക് എഴുതാറിയിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് പഠിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഈ മെറ്റീരിയൽ അന്ന് നമുക്ക് ബുക്കല്ലായിരുന്നു കേട്ടോ, ഞാൻ പ്രാചീന കാലം തൊട്ടുള്ളത്. അന്ന് നമുക്ക് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ആണ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ എവറി ടോപ്പിക് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ എക്സാം എടുത്ത് നോക്കിയിട്ടും ഈ പറഞ്ഞ IAS മലയാളത്തിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. പേപ്പർ 1, പേപ്പർ 2 കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മുടെ സ്കില്ലൂടെ അവിടെ വേണം. പേപ്പർ 1 നിങ്ങൾ ആ ബുക്ക് മാത്രം പഠിച്ചാൽ മതി. ബുക്ക് മാത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈമറി സോഴ്സാണ്.
ഇതിന് ശേഷം ആൻസർ റൈറ്റിങ്ങും ഫീഡ്ബാക്ക് ക്ലാസ്സുകളും നിങ്ങൾക്ക് അഡീഷണൽ കണ്ടന്റ് കിട്ടും. നിങ്ങൾ ആദ്യം തന്നെ മുഴുവൻ കണ്ടന്റ് കിട്ടിയിട്ടേ പഠിക്കുക എന്നുള്ള തീരുമാനത്തിൽ എത്തരുത്. ഇതൊരു ബേസ് കണ്ടന്റാണ്, നല്ല സ്ട്രോങ് ആയിട്ടൊരു കണ്ടന്റാണ്. ഈ ക്ലാസ്സും ഈ കണ്ടന്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലൊരു ഒരു തുടക്കം അടിപൊളിയായിരിക്കും. നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് ഈ കണ്ടന്റ് മാത്രം മതി എന്ന് വെച്ചാൽ ഒരിക്കലും അത്രയും കണ്ടന്റ് മാത്രം പോരാ. നമുക്ക് എഴുതാനുള്ളൊരു സ്കില്ല് വേണം. പേപ്പർ വണ്ണിൽ നിങ്ങൾക്ക് ആ പുസ്തകത്തിനെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാം. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് UPSC കിട്ടാത്ത സമയത്ത് പോലും എനിക്ക് മലയാളത്തിന് നല്ല മാർക്കുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, GS പഠിക്കത്തില്ല, മലയാളം നന്നായിട്ട് പഠിച്ചുകൊണ്ട് മലയാളത്തിന് 260 റേഞ്ചൊക്കെ സ്കോർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് മറ്റേത് കിട്ടിയില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മറ്റ് ടോപ്പിക്സ് ഈ സാധനം ഓർത്ത് വയ്ക്കണം. പിന്നെ പേപ്പർ വണ്ണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് വിശ്വസിച്ച് പഠിക്കാം. ആ മെറ്റീരിയൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതും എനിക്ക് ഇത്തവണ ചോദിച്ചതും മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസും അറിയാം. നമ്മൾ പഠിച്ച സാധനമാണ്. അപ്പോൾ ഞാൻ പഠിച്ച രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വർഷം യാതൊരു ബന്ധമില്ല. 2022 സെപ്റ്റംബറിൽ ഞാൻ മെയിൻസ് എഴുതിയിട്ട് പിന്നെ ഞാൻ ബുക്ക് തുറക്കുന്നത് 2024 ജൂണിലാണ്. അതായത് 2023 ജൂലൈയിലാണ് തുറക്കുന്നത്. എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് 2023 പ്രിലിംസ് കിട്ടിയില്ല, ഞാൻ പഠിച്ചില്ല. 2024 പ്രിലിംസിൻ്റെ ഏകദേശം കിട്ടുമെന്ന് ഉറപ്പായപ്പോഴേക്കും ഞാൻ അവനെ വിളിച്ചു, മാം ഞാൻ വീണ്ടും വരുന്നുണ്ട് 2 വർഷത്തിന് ശേഷം. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എന്നിട്ടും ചെയ്യാൻ പറ്റിയ റീസൺ എന്ന് പറഞ്ഞാൽ, പേപ്പർ വണ്ണിലെ കണ്ടന്റ് സേഫാണ്. ആ പഠിച്ച സാധനം അവിടെ വേർത്താണ്. ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടി കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാമെന്ന് പറഞ്ഞാൽ, പേപ്പർ വണ്ണിൻ്റെ കാര്യമാണ്. ക്ലാസ് കണ്ടന്റ് ചില കാലത്ത് ക്ലാസ്സിൽ കേൾക്കേണ്ടി വരണം. കാരണം ഈ നമ്മുടെ മലയാളത്തിൻ്റെ ഭാഷ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് അതിൻ്റെ ഹിസ്റ്ററി, ഇതിന് ശേഷം നമ്മൾ മലയാള ഭാഷയുടെ ഒരു എവല്യൂഷൻ പഠിക്കും. അതിലേക്ക് ഗദ്യ സാഹിത്യം എങ്ങനെയായിരുന്നു, നോവലുകളെ പഠിക്കും. ഈ ഒരു എവല്യൂഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്ന ക്ലാസ് ഇരിക്കണം. നിങ്ങൾ അധികം ബ്രില്യൻറ്റ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എനിക്ക് ക്ലാസ് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്ലാസ് കേട്ട് കുറച്ച് നോട്ടും പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിച്ചത്. ഇപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്തുകൂടെ ചെയ്തപ്പോഴേക്കും ആ മെറ്റീരിയലൂടെ വായിച്ചപ്പോഴേക്കും പേപ്പർ വൺ സെറ്റാക്കി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. ഞാൻ പറയുന്നത്, നിങ്ങൾ പേപ്പർ വൺ സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ 140-150 മാർക്ക് മേടിച്ച് വലിയ സംഭവമാക്കി കളയാന്നുള്ളതല്ല. നിങ്ങൾ മലയാളത്തിന് സേഫായിട്ടൊരു മാർക്ക് മേടിക്കണം. നിലവിലെ സാഹചര്യത്തിൽ 250-260 വരെ സേഫ് മാർക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, 250-260 എന്ന് പറഞ്ഞാൽ ടോപ്പായിട്ട് മേടിക്കുന്ന ഒരാളുടെ അടുത്ത് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് എല്ലായിടത്തും ചെല്ലുമ്പോഴേക്കും ചിലരൊക്കെ പറയുന്ന കാര്യം 300 മാർക്കിൻ്റെ കണക്കൊക്കെ പറയും. പണ്ട് കാലത്ത് 300 മലയാളത്തിന് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു 250-260 നല്ലൊരു സ്കോറാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂട്ടത്തിൽ മലയാളത്തിൽ ടോപ്പറാകാൻ നോക്കുക എന്നൊരു കാര്യം. പേപ്പർ വണ്ണിൻ്റെ കാര്യം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഞാൻ പറയാം, എന്ത് പഠിച്ചാലും ആൻസർ റൈറ്റിംഗ് ചെയ്യണം. ഞാനത് പ്രോപ്പറായിട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞ സീസണായിട്ട് ഇടയ്ക്ക് ആൻസർ റൈറ്റിംഗ് കാണിക്കും, ടാറ്റ പറഞ്ഞു പോകും, പിന്നെ എന്നെ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ കാണത്തുള്ളൂ. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ദിവസം തന്നെ ഇപ്പോൾ ഒരു ആൻസർ റൈറ്റിംഗ് വരുന്ന സമയത്തേക്ക് അത് എഴുതി പ്രോപ്പറായിട്ട് കണ്ട് ഫീഡ്ബാക്ക് മേടിക്കുക. ഇനി പേപ്പർ 2ൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങൾ നോവൽ വായിക്കണം. അപ്പോൾ എനിക്ക് പേഴ്സണലി കൂടുതൽ ക്ലാസ്സിനെക്കാട്ടി എഫക്റ്റീവ് ആയത് മാമിനോട് പോലും സംസാരിക്കുന്ന സമയത്താണ്. നിങ്ങൾ ഓരോ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ കുറേ നോവലുകളും കവിതകളും അല്ലേ, നിങ്ങൾക്ക് ഓരോ തവണ വായിക്കുമ്പോൾ ഓരോ ഐഡിയാസ് കിട്ടും. നിങ്ങളുടെ ഐഡിയാസൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഐഡിയാസൊക്കെ ഇപ്പം എനിക്ക് പേപ്പർ 2-ൽ ഏതായിരുന്നു, NS മാധവൻ്റെ ഹിഗിറ്റ, എൻ്റെ കുറേ കോൺസെപ്റ്റുകൾ വളരെ തെറ്റായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇത് അതീവ ഉദാത്തമായ ആശയങ്ങളാണ്, ഇത് പേപ്പറിൽ നന്നായിട്ട് വരും എന്ന് പറഞ്ഞ് ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ വായിച്ചപ്പോൾ കിട്ടിയ കൺസെപ്റ്റ് ഇതാണെന്ന് വിചാരിച്ചു. പേപ്പർ 2-ന് കൂടുതലായിട്ട് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ ക്ലാസ്സിന് ശേഷവും പോയി പ്രോപ്പറായിട്ട് മെൻറ്റർഷിപ്പ് എടുക്കണം. എന്തെങ്കിലും വായിച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ നമ്മളൊരു ആൻസർ റൈറ്റിംഗ് കോഴ്സിന് ശേഷം നിങ്ങൾ പോയിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യണം. ഇത് മസ്റ്റ് ആൻഡ് മാൻഡേറ്ററി ചെയ്യണം. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞാൽ, ഞാനിതൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് കറക്റ്റ് സമയത്ത് റിസൾട്ട് കിട്ടാഞ്ഞത്. ഞാനിത് 2 മാസം പ്രോപ്പറായിട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം വന്നു ആൻസർ റൈറ്റിംഗിന്. എനിക്ക് 2000 തന്നെ ഓക്കെ ആയിട്ട് വന്നു. 2020 റിസൾട്ട് വന്നുള്ളൂ. 2022 മലയാളത്തിന് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇപ്പം ക്ലാസ്, കണ്ടന്റ്, ആൻസർ റൈറ്റിംഗ്, മെൻറ്റർഷിപ്പ്, ഈ 4 കാര്യം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ അടുത്തത്, ഓപ്ഷൻ എടുക്കുന്നവർക്ക് ഉണ്ടാകുന്ന കുറച്ച് തെറ്റിദ്ധാരണയെക്കുറിച്ച് പറയാം. അതായത്, നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടോ മലയാളം എടുത്ത പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലേ? അപ്പോൾ ബാക്കി ഓപ്ഷനിലും ഇവിടെ മാർക്കൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണേ. എല്ലാ ഓപ്ഷനിലും ഇപ്പോൾ മാർക്ക് ശരിക്കും കുറവാണ്. നിങ്ങൾ നമ്മൾ കാണുന്ന പറഞ്ഞാൽ ടോപ്പേഴ്സിൻ്റെ മാർക്കാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഞാൻ മലയാളം എടുത്തിട്ട് ഇൻ്റർവ്യൂവിന് പോയില്ലേ, ഇൻ്റർവ്യൂവിന് പോയ മെജോറിറ്റി ഓഫ് ആൾക്കാരും മലയാളത്തിൽ, എനിക്കറിയാവുന്ന എൻ്റെ കൂടെ ഉള്ളവരെല്ലാം മലയാളത്തിലുണ്ടായിരുന്നവരാണ്. റിസൾട്ട് വന്നപ്പോഴും കൂടുതൽ റിസൾട്ട് എവിടെയാണ് നോക്കിയാൽ മതി. നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കോറല്ല നോക്കുന്നത്, ഇത് നമ്മളെ GS-ൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ. ഇപ്പം എനിക്കറിയാവുന്ന ഒരാൾക്ക് ഏത് സബ്ജക്റ്റ് എന്നുള്ളത് 265 സംതിങ് ഓപ്ഷനിലുണ്ട്, പക്ഷേ GS കിട്ടിയില്ല.
കാരണം GS കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഓപ്ഷനിൽ പഠിച്ചത്. നിങ്ങൾക്ക് മലയാളം പഠിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കുറവാണ്. മീൻസ് നിങ്ങളുടെ നേച്ചർ അനുസരിച്ചിരിക്കും, പക്ഷേ അത് വളരെ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് GS പേപ്പേഴ്സിന് ശേഷം ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് ഓപ്ഷണൽ വരുന്നത്. അതറിയാമല്ലോ അല്ലേ? ഈ 5 ദിവസം നിങ്ങൾക്ക് ആസ്വദിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ മലയാളം ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം എക്സ്ട്രീം സ്ട്രെസ്സിൽ കൂടെയാണ് പോണത്. ഞാനാണെങ്കിൽ ഡിപ്രഷനൊക്കെ അടിച്ച് ഇപ്പോഴല്ല, പണ്ട് കാലത്ത് കേട്ടോ, 2021 കാലഘട്ടത്തിൽ ഇപ്പോഴും ആ മെസ്സേജ് എൻ്റെ ടെലിഗ്രാമിലാണ് ഞാൻ മാമിന് മെസ്സേജ് ഇപ്പോഴും കിടപ്പുണ്ട്. മാം ഞാൻ നിർത്തി തിരിച്ചു പോയത് മെയിൻസിൻ്റെ സമയമാണ്, അതായത് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. ഇനി ഡിപ്രഷൻ സഹിക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. ഇങ്ങനെ ഇരുന്നൊരു സമയമുണ്ട്. അപ്പം മലയാളം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂട്ടത്തിൽ തമ്മിൽ നമുക്കൊരു ആസ്വാദികരമായി. ഇപ്പം GS കഴിഞ്ഞിട്ട് നമുക്കുള്ള സമയത്ത് കഥകളാണ് വായിക്കാനുള്ളത്. നമ്മൾ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പെരുന്തച്ഛൻ്റെ മനോവികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യും. ശരിക്കും ഇതൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം പെരുന്തച്ഛൻ, അടുത്ത ദിവസം നമുക്ക് ചെമ്മില്ല കർത്തവനെ പറ്റി സംസാരിക്കാം. ഇങ്ങനെ നമുക്ക് എൻജോയ്മെൻറ്റ് പ്രോസസ്സാണ് ഈ 5 ദിവസം നടക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ GSനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലും നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് മലയാളം. പേപ്പർ 2 എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എനിക്കൊന്ന് പഠിച്ചൊരു നമ്മൾ മെയിൻസ് എഴുതുന്ന സ്റ്റേജിലെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു ഏകദേശ കഥ അറിയാമെങ്കിൽ നിങ്ങൾക്കത് എഴുതാം മലയാളം. ബാക്കി സബ്ജക്റ്റിനില്ലാത്തൊരു സബ്ജക്റ്റീവ് നേച്ചർ മലയാളത്തിനില്ലേ? നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് ഇത് പറഞ്ഞ് നിങ്ങൾ ഒരു തവണ 1-2 തവണ വായിച്ചു. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം നിങ്ങൾ 1-2 തവണ വായിച്ചു. നിങ്ങൾക്കൊരു കോമൺ ഐഡിയ ഖസാക്കിൻ്റെ ഇതിഹാസത്തെ പറ്റി ഉണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡിസ്കഷൻസാണ്, മെൻറ്റർഷിപ്പാണ്. നിങ്ങൾക്ക് അതിലേക്ക് വേറൊന്നും ചെയ്യേണ്ട. അതായത് നിങ്ങളിത് കുറേ കാര്യങ്ങൾ കുത്തിയിരുന്ന് കാണാൻ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്തരത്തിൽ നിങ്ങൾക്കൊരു ക്രിയേറ്റീവായിട്ട് എൻജോയ്മെൻ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. മീൻസ് നിങ്ങൾ വീഡിയോ കണ്ടുണ്ടാവും, സപ്ലിയുടെ കഥയൊക്കെ ഭയങ്കര എല്ലാവരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ച ഒരാളാണ്, അതായത് താല്പര്യമില്ലാതെ പഠിച്ച ഒരാളാണ്. പക്ഷേ മലയാളത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അവിടെ മാത്രമല്ല എഫക്റ്റ് ചെയ്ത്, എനിക്ക് GS essay പേപ്പർ എഴുതിയപ്പോഴേക്കും എനിക്ക് മലയാളം എഫക്റ്റ് ഗുണമായിട്ട് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഭാരത പര്യടനം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ വിമർശിക്കാനുള്ളൊരു സാധ്യത കിട്ടുന്നില്ലേ? essay എഴുതുമ്പോൾ ഇത് ബെനിഫിറ്റ് ആവും. നിങ്ങൾ ആ സാധനം ഒന്നെടുത്ത് ഇംഗ്ലീഷിലോട്ട് ആക്കിയ പോലെ പല കാര്യത്തിനും ക്രിട്ടിസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ലേ? കമ്മിങ് ടു എത്തിക്സിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾ ഈ പഠിക്കുന്ന ക്രിട്ടിക്കൽ മലയാളം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനലൈസും ഓരോ സിറ്റുവേഷൻ ഒരു വ്യക്തിയുടെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞ് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ഒരു സ്കില്ലില്ലേ? മീൻസ് കുറ്റം പറയാൻ ഉപയോഗിക്കുന്ന സ്കില്ല്. ഈ ടൈപ്പ് ഓഫ് മലയാളം പഠിക്കുമ്പോൾ കിട്ടുന്ന കാര്യം എത്തിക്സിനും ബെനിഫിറ്റായിട്ട് യൂസ് ചെയ്യും. ഞാൻ അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് പറയുന്നത്. അതായത് മലയാളം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പറയുന്ന 500 മാർക്കിന് എഴുതുന്ന കാര്യം മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് മലയാളം പഠിക്കും. മറ്റു ടോപ്പിക്കിന് ഇപ്പം എത്തിക്സിന് എനിക്ക് ഈ ഭാരതഭരണം, പിന്നെ നമ്മൾ NS മാധവൻ്റെ കൃതികൾ എടുക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് എന്ന് വെച്ചാൽ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ ഇല്ല എല്ലാത്തിൻ്റെ. ഈ ക്രിട്ടിക്കൽ ആംഗിൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലൂടെയാണ് മലയാളം. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാൻ ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ, മാം വളരെ ഓപ്പൺ ടു ഓൾ ആണ്, എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലാം. ഞാൻ ഇനീഷ്യലി വിചാരിച്ച അങ്ങനെയല്ല. അതായത് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ് ഉണ്ട് മാമിൻ്റെ. അപ്പോൾ ഇത് കാണുന്ന നമ്മൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു ഫാക്കൽറ്റിയാണ് നമ്മൾ. അപ്പം അന്ന് എനിക്ക് അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ പോകത്തില്ലായിരുന്നു. അതായത് എൻ്റെ ആൻസർ കൊള്ളാവോ മാം എന്ത് പറയും, ഈ സംഭവം ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ആദ്യം എഴുതുന്ന ആൻസർ എന്താണ് ഒരിക്കലും അത്ര നല്ലതാവണമെന്നില്ല. പക്ഷെ നിങ്ങളൊരു 10 പ്രാവശ്യം എഴുതി കഴിഞ്ഞാലോ ആൻസർ ഇമ്പ്രൂവ് ആവും. ഈ പറഞ്ഞ സാധനം മെയിൻസിൻ്റെ സമയത്ത് പരീക്ഷിക്കരുത്. പരീക്ഷിക്കണമെങ്കിൽ നേരത്തെ പരീക്ഷിക്കണം. ഞാൻ മെയിൻസിൻ്റെ സമയത്താണ് ഇത് പരീക്ഷിച്ചത്. കാരണം 1 പ്രാവശ്യം എഴുതി 2 പ്രാവശ്യം എഴുതി ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ മെയിൻസിൻ്റെ സമയത്തായിരുന്നു. അത് ചെയ്യരുത്. നിങ്ങളിപ്പോൾ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ മാമിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് മലയാളത്തെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടല്ല സംസാരിക്കേണ്ടത്. നിങ്ങൾ തുടക്കക്കാർ ഒരു കാരണവശാലും സംസാരിക്കല്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ചോദിക്കുന്നത് മലയാളം പഠിച്ചാൽ എങ്ങനെയാണെന്നുള്ളത്, കുറേ പേര് എന്ത് പറയുമെന്ന് അറിയാമോ? ഈ ഓപ്ഷണൽ നല്ലതല്ല, നമുക്ക് മറ്റേ ഓപ്ഷൻ എടുക്കാം. സീരിയസ്ലി നിങ്ങൾ ആരോടാണ് സംസാരിക്കേണ്ടത്? ഓപ്ഷനിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ചോദിക്കുക. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ചോദിക്കുക, നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ നോക്കത്തില്ലേ, പഠിച്ചാൽ എനിക്കിത് നമുക്ക് മലത്തി കുറച്ച് മാർക്കൊക്കെ മേടിക്കാനൊക്കെ തോന്നാറില്ലേ? ഈ ഒരു സംഭവം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ഫാക്കൽറ്റിയോട് സംസാരിച്ചിട്ട് ഡിസൈഡ് ചെയ്യാവുള്ളൂ. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ 3-4 കൊല്ലം നിന്നാലേ ഈ ഫീൽഡിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്തരത്തിലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യുകയാണ്. ഇപ്പം ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഒരു ആൻസർ എഴുതുന്ന സമയത്തേക്ക് നിങ്ങൾ വീക്ക് ആൻസർ എഴുതും. വീക്ക് ആൻസർ എഴുതിയ ശേഷം നിങ്ങൾ ഫ്രണ്ടിനോട് പറയും, ഓ ഈ ആൻസർ കൊള്ളത്തില്ല, മലയാളം എൻ്റെ വഴിയല്ല,
ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളൊരു 10-15 ആൻസേഴ്സ് ചെയ്തിട്ട് ഇപ്പം നമ്മളൊക്കെ ഇപ്പോഴും അത്ര നന്നായിട്ടൊന്നും ഇല്ല, എന്നാലും എഴുതുമ്പോൾ ഒരു നല്ല ആൻസറിലേക്ക് എത്തുന്നത് തന്നെ കുറച്ച് നാളത്തെ, ഇതൊരു കണ്ടിന്യൂസ്ലി ഒരു 10-20 ആൻസേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം നിങ്ങളൊരു ടോപ്പറിൻ്റെ ആൻസർ ഇട്ട് നിങ്ങളുടെ ആൻസർ ഇട്ടും കൂടെ കമ്പയർ നോക്കിയാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ അയാൾ പഠിച്ച് മെയിൻസിൻ്റെ അവസാന കാലത്ത് എഴുതിയൊരു ഉത്തരവാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഉത്തരവായിട്ട് യാതൊരു വിധത്തിലും കമ്പയർ ചെയ്തു. ഞാനിപ്പോൾ കാണുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഒരു ടെലിഗ്രാം ചാനലിൽ ഞാൻ എൻ്റെ മലയാളത്തിൻ്റെ ആൻസർ ഷീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും വരുന്ന കമൻസ് മൊത്തം എനിക്കിങ്ങനെ എഴുതാൻ പറ്റത്തില്ല, ഞാൻ മലയാളം ഉപേക്ഷിച്ചു. ശരിക്കും ഞാൻ എഴുതിയെന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻസ് എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് എഴുതിയൊരു ആൻസർ ഷീറ്റാണ് ഞാനത് അപ്ലോഡ് ചെയ്തത്. അതായത് ഞാൻ ഒരുവിധം പഠിച്ച് മെയിൻസ് എഴുതുന്നതിൻ്റെ സിറ്റുവേഷൻ എഴുതി. അപ്പോൾ നിങ്ങൾ അതൊന്നും കമ്പയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് പേപ്പറിൻ്റെ കാര്യം മനസ്സിലായല്ലോ, സെക്കൻഡ് പേപ്പർ ബുക്ക് വായിക്കുക. ദെൻ നിങ്ങൾക്ക് സെക്കൻഡ് പേപ്പർ കണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പുസ്തകങ്ങൾ വായിച്ച ശേഷം മാക്സിമം ആൻസർ റൈറ്റിംഗ് കൊണ്ട് ചെല്ലുക, മാമുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ക്ലാസ്സുകൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് തോന്നിയായിരുന്നു മാം ക്ലാസ് എടുക്കുമ്പോൾ പോയിരുന്ന് ഡൗട്ട് വെച്ചിരുന്നത് കുറച്ചുകൂടെ നന്നായെന്ന്. അതായത് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാകത്തില്ലേ, പക്ഷെ അന്ന് അറിയത്തില്ലായിരുന്നു ഇതൊക്കെ ചോദിക്കാൻ പറ്റും, UPSC ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് ആ കാര്യം കൂടെ നിങ്ങൾക്ക് ചോദിക്കാം. മാമിൻ്റെ അടുത്ത് നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എനിക്കൊരു 8 വർഷത്തെ പരിചയത്തിനുണ്ട് ഞാൻ പറയുകയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഹെൽപ്പ് മലയാളത്തിൽ കിട്ടും. ഇപ്പം നമ്മളൊരു ശരിക്കും ഞാനൊരു 3 മെൻറ്റർഷിപ്പ് കൊടുത്താൽ ഞാൻ തളർന്നു പോകും. ഞാനിപ്പം കൊടുത്തിട്ട് വരുന്ന സമയത്തേക്ക് ഞാൻ മാം ഒരു ദിവസം വഴി വന്നപ്പോൾ എന്നെ കണ്ട് ഞാനിങ്ങനെ കറങ്ങി ആടിയൊക്കെ വന്നിട്ടിരിക്കും, കിളിപോയ അവസ്ഥയിൽ. അപ്പം ഞാൻ കണ്ടത് മാം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 5-6 പേർക്ക് കണ്ടിന്യൂസ്ലി മെൻറ്റർഷിപ്പ് വന്നിട്ട് മറ്റേ ഇനി ഒരു 50 പേരെ വിടുന്നു ഷെയർക്കാരെന്ന് പറയും. ആ ഡെഡിക്കേഷൻ തരുന്ന സമയത്തേക്ക് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് വരുമ്പോഴേക്കും ഇന്ന് മാമിനെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്ന് ഞാൻ പോകത്തില്ല, അല്ലെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് മാമിനെ കണ്ടാൽ ശരിയാകത്തില്ല, അങ്ങനെ ചെയ്തത് പ്രോപ്പറായിട്ട് മെൻറ്റർഷിപ്പ് എടുക്കണം. ഈ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവും. നിങ്ങൾക്ക് അത്യാവശ്യം മലയാളം എഴുതാനും വായിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം നന്നായിട്ട് അപ്രോച്ച് ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രാറ്റജിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ഓപ്ഷനിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഒരു 1 hour ആണെങ്കിൽ 1 hour അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക.